ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 20ന്റെ റിവ്യൂ ആണ്. തമ്പനയിലിൽ ഞാൻ ചുമ്മാ കൊടുത്തന്നേ ഉള്ളൂ. ഈ ക്രിഞ്ചൊന്നും അധികം ആൾക്കാർക്ക് ഉറങ്ങാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കണ്ട് അപ്ഡേറ്റുകൾ തരുന്ന ഏതെങ്കിലും യൂട്യൂബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് സ്പെഷ്യൽ നോക്കി വെച്ചോ. അത്ര മൈൻഡുള്ള ഒരുത്തനായിരിക്കും. എമ്മാതിരി ക്രിഞ്ചാണ്. ഈ ജാസ്മിൻ്റെ അപ്രോച്ച് കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടെ അതിനകത്തെ ഹ്യൂമർ എലമെന്റുകൾ ആസ്വദിക്കാൻ പറ്റും. ഗബ്രി എമ്മാതിരി ക്രിഞ്ചനാണ്. ഗബ്രി കൂടാതെ ലോലനും കഴിഞ്ഞ ദിവസം ജാസ്മിൻ എന്തോ ഒരു കോമഡി ഗബ്രിക്ക് എതിരെ അടിച്ച സമയത്ത് അത് ഫ്രണ്ട് സർക്കിളിലൊക്കെ എല്ലാ ആൾക്കാരും അടിക്കുന്നതാണ്, തള്ള് എന്നൊക്കെ പറയുന്നത്. ലവൻ അങ്ങോട്ട് ഫീലായിപ്പോയി, പിണങ്ങി, മോന്തേക്ക് വീർപ്പിച്ചിട്ടിരിക്കുന്നു. അമ്മാതിരി ക്രിഞ്ചനാണ്. ഇപ്പോൾ ഈ ജയിലിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എപ്പിസോഡിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. എൻ്റെ അമ്മോ, ഞാൻ രാവിലെ ആരെങ്കിലുമൊക്കെ പറയുന്ന അപ്ഡേറ്റുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഞാനിങ്ങനെ കബഡി നിരത്ത് നോക്കുമ്പം എനിക്ക് പ്രവചിക്കാൻ പറ്റുന്നത് ഒരു ദീർഘ സംഭാഷണം, അതിനുശേഷം ഒരു കരച്ചിൽ, പിന്നെ രണ്ടുപേരും കൂടെ ചെറിയ രീതിയിലൊന്ന് ഹഗ് ചെയ്തിട്ട് ആശ്വസിപ്പിക്കൽ, പിന്നീട് പിണക്കം, അതൊക്കെ തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രാവിലത്തെ ചില ഷോ ഓഫുകളും കാണാൻ സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കമൻറ്റുകൾ ഇടിച്ച് ആകുലപ്പെടുന്ന ബാക്കി ആൾക്കാരെയും ഇടയ്ക്ക് നിങ്ങൾക്ക് ലൈവിൽ കാണാനായിട്ട് സാധിക്കും. എന്ത് രസമാണല്ലേ. ബിഗ് ബോസ് ഈ ഒരു ട്രാക്ക് മിക്കവാറും ഈ സീസൺ മുഴുവൻ പിടിക്കും. കഴിഞ്ഞിടയ്ക്ക് മറ്റേ ശ്രീധുവിനെയും അർജുനെയും കൂടെ ചേർത്ത് വെക്കാനായിട്ട് നോക്കിയായിരുന്നല്ലോ, അത് വർക്കൗട്ട് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ശ്രീധുവിനെയും അർജുനെയും കൂടെ ചേർത്ത് വെക്കാനായിട്ട് നോക്കിയാലും അൻസിബ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുൻ, ഋഷി അവർക്ക് വേറെ ആൾക്കാരുടെ കൂടെ ഒന്നും ഒരു തരത്തിലും ടീമപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അൻസിബ അതൊക്കെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അൻസിബ നല്ല രീതിയിൽ അവർക്ക് ഗെയിം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗെയിം കൊണ്ട് ഋഷിക്കും അർജുനും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അൻസിബയ്ക്ക് ടോട്ടലി ഒരു ഗുണമുണ്ട്. അൻസിബയുടെ ഗെയിം എനിക്ക് ചില സമയത്ത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊരു ഗെയിമാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പായിട്ട് പോകുന്ന ആരാന്നൊരു ജിൻഡോ. എൻ്റെ പൊന്നു, ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജിൻഡോ അവരെ മാറ്റി നിർത്തിയിട്ട് ശരിയാണ്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗബ്രിക്കെതിരെ പറയുന്നുണ്ട്, നോറയെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ നോറയ്ക്കായിട്ട് പണി കൊടുത്തത് ആരാണ്? ജിൻഡോയാണ്. അതേപോലെ അവസാനം പറഞ്ഞത് കേട്ടില്ലേ, സിജോ റോക്കിയൊക്കെ തമ്മിൽ അടിക്കാനായിട്ടുള്ള കാരണം ആരാണ്? അത് ഗബ്രിയും ജാസ്മിനുമാണ്. ഇങ്ങനെ എല്ലായിടത്തും ചെന്ന് ഓരോരോ സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് അതങ്ങനെ ഒരു ഗെയിം, അങ്ങനെയുള്ള ചില വ്യത്യസ്തതകൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ലൈവ് നമുക്കിത് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ റസ്മിൻ ആൻഡ് ജിൻഡോ അവർ പവർ ടീമാണ്, അവർ അധികാരം നിലനിർത്തിയ പവർ ടീമാണ്. എന്നാൽ അവർക്കിടയിലെ പ്രശ്നങ്ങൾ, ഈ പവർ ടീമിലെ പ്രശ്നങ്ങൾ റസ്മിൻ സഹി കെട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പറയാറുണ്ട്, ജാസ്മിനോടൊക്കെ പറയാറുണ്ട്, എനിക്ക് ജിൻഡോനെ തീരെ പറ്റുന്നില്ല. പക്ഷെ ജിൻഡോ അങ്ങനെയല്ല, റസ്മിനിട്ട് പണി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനിങ് ഒക്കെയാണ് അവിടെ ഇവിടെയൊക്കെ പോയി ഇടുന്നത്. എന്നിട്ട് അയാൾ വാദിക്കുന്ന ഒരു സംഗതി ഉണ്ട്, എനിക്ക് ആരോടും പേഴ്സണലി ഒരു പ്രശ്നമില്ല. പേഴ്സണലി ആരോടും പ്രശ്നമില്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജിൻഡോയുടെ വേറൊരു കളി. എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്, മൊത്തത്തിൽ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ പുള്ളി ഒപ്പിക്കുന്നുണ്ട്. ഇനി പ്രോപ്പറായിട്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കാക്കുത്തിക്കാവിലെ കാവടിക്കാക്കും എന്നുള്ള ഉണർത്തുപാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണരാനൊക്കെ പല ആൾക്കാർക്കും മടിയാണ്. ഏറ്റവും വൈകി ഉണരുന്ന ആളുകളിൽ പെട്ടവരാണ് ജാസ്മിൻ, ഗബ്രി, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ജിൻഡോ കാക്ക ഉണർന്നാലും ഉണർന്നില്ലേലും ഇടയ്ക്കൊക്കെ ഉറങ്ങും, പട്ടിയൊക്കെ കുരയ്ക്കും. പുള്ളിക്കാരൻ ആ ഒരു നിയമമൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. പവർ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എങ്ങനെയായിരുന്നു, ആദ്യം ഉറങ്ങിയത് ജിൻഡോയാണ്. അപ്പോൾ പവർ ടീമിലെ ജിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു നിയമം ഇതിനകത്തില്ല, ഞാനതെടുത്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ജിൻഡോ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യില്ല. ജിൻഡോയോട് ഒരു കാര്യം അങ്ങടേക്ക് പറയുമ്പോൾ ജിൻഡോ വേറൊരു കാര്യം പറഞ്ഞ ആളോട് പറയും. ശരിക്കും ജിൻഡോയെ കൊണ്ട് അവിടെയുള്ള ആൾക്കാർ പൊറുതിമുട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ജിൻഡോയ്ക്ക് ഒരു ഗെയിം സാധ്യതയുണ്ട്. ജിൻഡോയെ നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും കുറച്ചു കാലം അവിടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ജിൻഡോ ഇപ്പം പവറൊക്കെ പോയി നോമിനേഷനിലേക്ക് വന്നാലും എനിക്ക് തോന്നുന്നില്ല ജിൻഡോ ഉടനെ ഒന്നും പുറത്തു പോകുന്നു. കാരണം ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഗബ്രി കോമാളി എന്ന് വിളിച്ചാലും അയാൾ ദീർഘവീക്ഷണം ഇല്ലാത്ത ഗെയിം കളിച്ചു എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള ഒരാളുള്ളതുകൊണ്ടാണ് കുറേ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ജിൻഡോയുടെ ഒരു ഗെയിം. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചിട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ക്യാമറ സ്പേസ് എടുക്കുന്ന, ക്യാമറയ്ക്ക് വേണ്ടി ഡ്രാമ കളിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഏൽപ്പിച്ചത്. അത് വായിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ അടിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ക്യാമറ സ്പേസ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ആൾ ആരാണ്? നമ്മളെപ്പോഴും റിവ്യൂകളിൽ പറയാറുള്ള ശ്രീരേഖയെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീരേഖ അങ്ങനെ ക്യാമറയുടെ മുൻപിൽ ഡ്രാമ കളിക്കുന്ന ഒരാളാണ് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. അതേപോലെ നോറയെ കുറിച്ചിട്ട് പല ആളുകളും പറയുന്നുണ്ട്. നോറ ഒരു ഒറ്റപ്പെടൽ പരിപാടി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോറ പലയിടങ്ങളിലും പോയി ഇമോഷണലായിട്ട് ഇരുന്നിട്ട് ക്യാമറയെ നോക്കി അതും ഇതുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജാൻമണിയെ കുറിച്ചിട്ട് ഗബ്രി ചില കാര്യങ്ങൾ പറഞ്ഞു, ജാൻമണി ഫേക്കാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ജിൻഡോ കോമാളിയാണെന്നും ഗബ്രി പറഞ്ഞു. അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ഒരാളെ ഇങ്ങനെ കോമാളി എന്ന് അത്ര ദേഷ്യത്തോടെ ഗബ്രിക്ക് വിളിക്കേണ്ട സാഹചര്യം എന്താണ്? ഇപ്പം ഗബ്രിയോട് ഒരു പേഴ്സണലി പുള്ളിക്ക് ഒരു ഹേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും കോമാളി എന്നൊക്കെ വിളിക്കുമ്പോൾ അതൊരു വേറെ റേഞ്ചിലേക്കായി. ജാൻമണിക്ക് മോർണിംഗ് ആക്ടിവിറ്റികളിൽ വരുന്ന വിമർശനങ്ങൾ ഒരിക്കലും താങ്ങാൻ പറ്റാറില്ല. അതിനോട് ജാൻമണി പ്രതികരിക്കുന്ന ഒരു രീതി കച്ചറ എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മാതിരി ലെവലിലാണ് ജാൻമണി അതിനോട് പ്രതികരിക്കുന്നത്. ജാൻമണി അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അയാളുടെ ചില പ്രശ്നങ്ങൾ എല്ലാ ആളുകളും ബാധ്യതയായിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് അയാളുടെ ഒരു വീക്ക്നെസ് ആണ്. ആ ഒരു വീക്ക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ അയാൾക്കെതിരെ ഗെയിം കളിക്കാനായിട്ട് വേറെ ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അവരതിന് ശ്രമിക്കുന്നില്ല. ജാൻമണി പലപ്പോഴും കമ്മ്യൂണിറ്റി എടുത്ത് ഇടുന്നുണ്ട്. ഇപ്പം മുന്നേ ഉള്ള സീസണുകളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് അവരൊരു വിക്ടിം കാർഡായിട്ട് എടുത്തിരുന്നുണ്ട്. അപ്പം അവർ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു കേട്ടില്ലേ, നിന്നെ പുറത്ത് മനസമാധാനത്തോടെ ജീവിപ്പിക്കത്തില്ല എന്നൊക്കെ ഗബ്രിയെ കുറിച്ചിട്ട് പറഞ്ഞു. വ്യക്തമായിട്ട് കേട്ടില്ല, അങ്ങനെ എന്തോ പറഞ്ഞു. അതേപോലെ സുരേഷ് ഏട്ടൻ രതീഷ് തമ്മിലുള്ള ഒരു ഇഷ്യൂവിനിടയ്ക്കും ജാൻമണി സുരേഷോട് പറഞ്ഞത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പരാതി കൊടുക്കാനാണ്. എന്തിനാണ് അത് അങ്ങനെ ഡീൽ ചെയ്യണത്? അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാർഡിറക്കലല്ലേ. അതേപോലെ ജാൻമണി പറഞ്ഞ കാര്യം കേട്ടില്ലേ, അവൻ ആണിനോടും പെണ്ണിനോടും ഏറ്റുമുട്ടിയില്ല, എന്നോട് ഏറ്റുമുട്ടി. അപ്പോൾ തന്നോട് വേറെ ആർക്കും ഗെയിം കളിക്കാൻ പറ്റില്ലേ? അതെന്തൊരു മോശം കാർഡിറക്കൽ പരിപാടിയാണ്. ശരിക്കും ഗബ്രി അങ്ങനെ ഒരു ഗെയിം കളിച്ച് നന്നായി. കാരണം ഗബ്രി പല ആൾക്കെതിരെ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഗബ്രിയുടെ ആ ഒരു അപ്രോച്ച് ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കറേജ് ആർക്കാണുള്ളത്. പിന്നെ ജാൻമണി പറയുന്ന മറ്റേ ജെട്ടി അണ്ടർവെയർ കേസൊക്കെ ഉണ്ട്, അത് ഗബ്രിയുടെ മെയിൻ ആയിട്ടാണ്. ഗബ്രി പലപ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ എക്സാമ്പിളൊക്കെ പറയുന്ന കേട്ടില്ലേ, പുള്ളി മെയിനായിട്ട് മറ്റേ നിക്കറിലേക്കേ പോവുള്ളൂ. അതന്ന് സിജോടൊക്കെ പറഞ്ഞ് ആകെ മൊത്തത്തിൽ കോമഡി ആയത് നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള കമന്റുകൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ജിൻഡോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ജിൻഡോ എല്ലായിടത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് അയാളുടെ ഗെയിം, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു അവൻ. ഇത് മുന്നേയും ജിൻഡോയുടെ കയ്യിൽ നിന്നുണ്ട്. ജിൻഡോ അത്ര നിഷ്കളങ്കനൊന്നുമല്ല. ഞാൻ ജിൻഡോയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ പലപ്പോഴും എത്തിക്സ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഗെയിമിനെ നോക്കി കാണുന്നത്. ഗെയിം വേണം, അത് നല്ല രീതിയിൽ കളിക്കാമെന്നേ. അങ്ങനെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്നേ. അപ്പം അങ്ങനെ കളിക്കുന്ന കാണാൻ രസമാണ്. അല്ലാതെ ഈ കുത്തിത്തിരിപ്പ് അതൊരു ഗെയിമാണ്, അങ്ങനെയെങ്കിലും കപ്പ് കിട്ടിയാൽ മതി, അങ്ങനെയൊന്നുമില്ല. ഇതൊരു റിഫ്ലക്ഷനാണ്. അപ്പം എങ്ങനെ നമ്മളെ ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഓരോ ആളുകളുടെ പക്വതയിൽ നിന്ന് വരുന്ന ചില സംഗതികളാണ്. ഈ കുത്തിത്തിരിപ്പ് അല്ലാതെ ഗെയിം കളിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ജിൻഡോയുടെ ആ ഒരു എല്ലാത്തരം കുത്തിത്തിരിപ്പുകളോടും എനിക്ക് യോജിപ്പില്ല. കാരണം അത് ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്ന ചില രീതിയിലേക്കൊക്കെ വന്ന് അത് ഈസി ഗെയിമാണ്. ഒരാളെ കുറിച്ചിട്ടുള്ള കുറ്റം മറ്റൊരാളുടെ അടുത്ത് പറയുക, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, അതൊരു ഈസി ഗെയിമാണ്. അതൊരു ഗെയിമാണോ എനിക്കറിയില്ല, പരിചയക്കുറവായിരിക്കും കേട്ടോ. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക്. അടി തെറ്റിയാൽ ആനയും വീഴും. ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് നോറ, ജാൻമണി, ശ്രീതു, മൂന്നാൾക്കാരും ഓക്കെയാണ്. കാരണം മൂന്നാൾക്കാരുടെയും ഗെയിം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജാൻമണി ക്യാപ്റ്റനാവുന്ന ആ ഒരു ഗെയിം പുള്ളിക്കാരിക്ക് പൊതുവെ ഈസി ആയിരുന്നു. ഒന്നാമത് പുള്ളി സെൻട്രലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കും ബാക്കിൽ നിൽക്കുന്ന ആൾക്കും ഇത്തിരി ടഫാണ്. അതുകൊണ്ട് തന്നെ ശ്രീതു ആദ്യം ഔട്ടായി. അത് മറ്റേ മസിൽ പിടിക്കുമല്ലോ. പിന്നെ നോറ ഔട്ടായി. ജാൻമണി വിജയിച്ചു. ജാൻമണി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ജാൻമണിക്ക് മറ്റേ പവറിൻ്റെ ഒരു അസ്കിതയുണ്ട്. അപ്പം അതങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ ജാൻമണി എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. അത് ഉറപ്പായിട്ടും അടിയിലേക്കും പൊട്ടിത്തെറിക്കലിലേക്കും പോകാൻ എല്ലാ സാധ്യതയുണ്ട്. ജാൻമണിക്ക് ഒരു പവറും ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ കൂടെ ആരുടെയും ആക്രമണമില്ലാതെ ആരും എതിരെ ഗെയിം കളിക്കാഞ്ഞിട്ട് തന്നെ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത്. ജാൻമണി മിക്കവാറും ആരെങ്കിലുമൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ച് പറയാൻ സാധ്യതയുണ്ട്. ഞാനതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതിനുശേഷം ജയിൽ നോമിനേഷൻ. ഗബ്രിയും ജാസ്മിനെ അങ്ങോട്ട് ജയിലിൽ വിടുന്നു. മുന്നേ ഞാൻ പറഞ്ഞത് ഒരു മണ്ടൻ ഐഡിയ ആണെന്ന്. പക്ഷേ എൻ്റെ ഒരു കബഡി നിരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം ബോണ്ടാണല്ലോ, ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ അറ്റാച്ച്ഡ് ആവത്തില്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത് മണ്ടത്തരാട്ടോ. എനിക്ക് ഒത്തിരി അധികം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം പല ഫ്രണ്ട്സുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒറ്റ രാത്രിയിലെ ഒരു കമ്പനി കൂടലിൽ നിന്നിട്ടും അല്ലെങ്കിൽ ഒരു യാത്രയിൽ നിന്നിട്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആളുകളായിട്ട് സിങ്ക് ആവുന്ന ഒരാളാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ജെൻഡറും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ റൂമിൽ ഇവരിങ്ങനെ ഒന്നിച്ച് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗെയിമും റിയാലിറ്റിയും ഒക്കെ ചർച്ചയിലേക്ക് വരികയും ഗബ്രിയുടെ ക്രിഞ്ചത്തരം ജാസ്മിൻ ചോദ്യം ചെയ്യുകയും പിന്നെ ഗബ്രിയുടെ ഒരു ഗെയിമുണ്ട്, അത് ജാസ്മിൻ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ജയിൽ നോമിനേഷനിലേക്ക് പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ഗബ്രി. പണിയൊന്നും എടുക്കത്തില്ല, ആലമഞ്ചറക്കനാണ് എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ന്യായീകരണം. പിന്നെ ഋഷി അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു, അർജുൻ അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു, ശരണ്യയും അപ്സരയെ നോമിനേറ്റ് ചെയ്യുന്നു. മറ്റേ റാസ്കലെ എന്നൊക്കെ വിളിച്ചതിൻ്റെ ഒരു കാരണമാണ് പറയുന്നത്. ശ്രീതു ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു, ജാസ്മിൻ 2 തവണ ഉറങ്ങി. അപ്സര ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു, ഗെയിം ഡൗൺ ആണ്. നോറ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു, കാരണം നോറയുടെ ചില സിറ്റുവേഷൻസ് ജാസ്മിൻ ഒരു ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ജാസ്മിൻ നോറയെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഗെയിമിന് വേണ്ടിയാണ്. അൻസിബ ശ്രീരേഖനെ നോമിനേറ്റ് ചെയ്യുന്നു, ജാൻമണി ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്നു, ശ്രീരേഖ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു, സ്ത്രീയെ എന്ന് വിളിച്ചു. പിന്നെ സ്ത്രീയെ എന്നല്ലാതെ എങ്ങനെയാണ് വിളിക്കുന്നത്? എന്തുവാടേ, അതിനൊക്കെ ഒഫൻഡഡ് ആവേണ്ട ആവശ്യമുണ്ടോ? പുരുഷനെ പുരുഷ എന്ന് വിളിക്കാത്തത് പുരുഷൻ പറഞ്ഞതുകൊണ്ടാണോ വിളിക്കാത്തത്? അല്ല, അത് അങ്ങനെ വിളിച്ച് ശീലമില്ല. സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ സ്ത്രീ ഡൗൺ ആവുന്നുണ്ട് എന്ന് സ്ത്രീക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെന്തോ സംഭവമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ആൾക്കാർക്ക് അങ്ങനെ ദേഷ്യപ്പെടാനൊക്കെ ഉള്ള ഒരു റൈറ്റൊക്കെ ഇല്ലേ? എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ എടാ ചെറുക്ക എന്നൊക്കെ ദേഷ്യപ്പെട്ട് വിളിക്കാറുണ്ട്. എനിക്ക് അതിനകത്ത് വലിയ സംഭവം തോന്നിയില്ല. എന്തൊരു ഡ്രാമയാണ്.
യമുന ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു, ജാസ്മിൻ ശരണ്യനെ നോമിനേറ്റ് ചെയ്യുന്നു, ഗബ്രി ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ അല്ലാതെ പറ്റുമോ? ജയിലിലാണെങ്കിലും അവർക്ക് ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സ്പേസ് അല്ലാതെ പറ്റില്ല. എനിക്ക് കുഴപ്പമില്ല, രസമായിക്കോട്ടെ. കാരണം ബാക്കി ആൾക്കാർ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് വെച്ചിട്ടൊരു ഗെയിം കളിക്കുന്നതിനകത്ത് നല്ലൊരു പവറുണ്ട്. ആൾക്കാരിത് കണ്ടിട്ട് വിരൽ പിടിച്ച് പണ്ടാരം അടങ്ങുന്ന കാണുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് കേട്ടോ. അതിനുശേഷം അൻസിബ, ജിൻഡോ, അർജുൻ എന്നിവർ തമ്മിലുള്ള ഒരു സംഭാഷണം, അതിനകത്ത് ഭയങ്കര രസമാണ്. അൻസിബയും ജിൻഡോയും രണ്ടുപേരെ നമുക്കറിയാമല്ലോ. അൻസിബയും ജിൻഡോയും പറയുന്നത് എന്താണ്, നമ്മൾ ഭയങ്കര ജെന്യൂനാണ്, എനിക്ക് പുറത്തിറങ്ങിയാലും ജിൻഡോനെ കാണാനാണ് ഇഷ്ടം. രണ്ടാൾക്കാരും ആരാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കതിനകത്ത് നല്ല കോമഡി തോന്നി. അതിനുശേഷം മറ്റേ വകതിരിവുള്ള ചെറുക്കൻ ഋഷിയുടെ ഒരു വർത്താനം സിജോയ്ക്ക് അതൊരു പാഠമായി കാണും. അങ്ങനെ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യരുത്. അപ്പോഴത്തേനും ജിൻഡോയ്ക്ക് എന്ത് പ്ലാനും പദ്ധതി, വായി വരുന്നത് കോതയ്ക്ക് പാട്ട്. ജിൻഡോ പറയാം, എൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിടിച്ച് 2 കാല് പിടിച്ച് കൈ പിടിച്ച് അവിടെ ഇടുമെന്നൊക്കെ അവിടെ നിന്ന് പറയുന്നത്. ഇവിടുത്തെ അർജുൻ പറയുന്നുണ്ട്, ഇമാതിരി പ്രാന്തന്മാരാണ് ഇങ്ങോട്ട് കയറ്റിയിട്ടത്, ഇയാൾക്ക് ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ. എന്തിനാണ് ഇമാതിരി പൊങ്ങച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ മറ്റേ വയലൻസിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് കേൾപ്പിച്ചിട്ട് ജിൻഡോട് ചോദിക്കണം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. കഴിഞ്ഞവണ അങ്ങനെ എങ്ങാണ്ട് മറ്റേ അനിയമിതിനെ പിടിച്ചാണ്, അനിയമിതും പറഞ്ഞിട്ടില്ലേ, മുട്ടുകാല വെച്ച് നെഞ്ചത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഏതായാലും രസമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.